ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയ വാട്ടർ പമ്പ് വാങ്ങി. അതിൻ്റെ അൺബോക്സിങ്ങും ഫിറ്റിങ്ങും എല്ലാം കൂടിയാണ്. ഇപ്പോൾ വൈഗൈ എന്നൊരു കമ്പനിയാണ്. അപ്പോൾ അങ്ങനെ പുതിയ വാട്ടർ പമ്പ് വാങ്ങി. പഴയത് കത്തിപ്പോയി, അപ്പോൾ പുതിയത് വാങ്ങിയ. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ്, അതിൻ്റെ ഫിറ്റിങ് എല്ലാം കൂടിയാണ്. ഫിറ്റിങ് നമ്മൾ തന്നെയാണ്. ഇത് റെസ്പിൻ്റെ മോട്ടറാണ്. വൈഗൈ ഒരു പുതിയ കമ്പനിയാണെന്ന് തോന്നണം. ഏതായാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ കടക്കാർ. നമുക്കിപ്പോൾ ഇതിനെപ്പറ്റി അധികമൊന്നും അറിയില്ല. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത വില ഉണ്ട്. ഒരു മീഡിയം സൈസ്, ഏറ്റവും കുറവുമല്ല ഏറ്റവും കൂടുതലും അല്ലാത്തൊരു മീഡിയം സൈസ് വില. ഇതിപ്പോൾ ഇന്നത്തെ പരിപാടി ഇത് ഫിറ്റിങ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് ശരിക്കൊന്നും അറിയില്ല, എന്നാലും കുറേയൊക്കെ അറിയാം. കുറച്ചൊക്കെ നമ്മൾ ആദ്യമൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ അയക്കുകയും ഫിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ആ ധൈര്യത്തിലാണ് ഇന്ന് ഫിറ്റ് ചെയ്യാൻ ഒരുങ്ങിയത്. അത് പഴയ വാട്ടർ പമ്പാണ്, അത് കത്തിപ്പോയത്. ഒരു പ്രാവശ്യം പെയിൻറ്റിങ്ങൊക്കെ ചെയ്ത് ഞാൻ നന്നാക്കിയായിരുന്നു. രണ്ടാമതും കേടുവന്ന് കത്തിപ്പോയി. ഇപ്പോൾ ഇത് പഴയ ജീവികൾക്ക് വേണ്ടി വെച്ചിട്ട് ഫിറ്റ് ചെയ്യണം. ഇതിൻ്റെ ഹോസ് കോളറൊക്കെ കൊടുക്കണം, ബെൻഡ് കൊടുക്കണം. പഴയ ബെൻഡൊന്നും പറ്റില്ല, അതൊക്കെ അയക്കാൻ കഴിയുന്നില്ല, ഒക്കെ ടൈറ്റായി കിടക്കുക. അപ്പോൾ PVCൻ്റെ എഡിനെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഒരു ജോയിൻ്റ് കൊടുക്കാം. പിന്നെ ഹോസ് കോളർ കൊടുക്കുകയാണ്. ഇപ്പോൾ ആദ്യം വെള്ള ടേപ്പ്, പിന്നെ കറുത്ത പശ ഉണ്ടല്ലോ, അത് തേച്ച് അതിൻ്റെ മുകളിൽ വെള്ള ടേപ്പ് അത് ചുറ്റി അതിൻ്റെ മുകളിൽ ഒന്നും കൂടി പശ തേച്ച് 2 പ്രാവശ്യം പശ തേച്ച് അതിൻ്റെ മുകളിൽ 2 പ്രാവശ്യം ചുറ്റി ടൈറ്റാക്കണം, ശരിക്കും ടൈറ്റാക്കണം. അപ്പോൾ അടുത്ത പശ തേച്ച് കഴിഞ്ഞാൽ നല്ലോണം അവിടെ ആ ജോയിൻറ്റുകളൊക്കെ അടഞ്ഞോളും. ആദ്യമായിട്ടാണ് നമ്മൾ ശരിയാവുമെന്ന് വിചാരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഒരാളെ വിളിക്കുകയാണെങ്കിൽ എങ്ങനെയാലും 500 റുപ്യ കൊടുക്കണം. നമ്മളിപ്പോൾ വെറുതെ ഇരിക്കില്ല, അപ്പോൾ 500 റുപ്യ നമുക്ക് കിട്ടിയില്ലേ. ഇവിടെ നമ്മൾ ഇന്നലെ ചെയ്യാൻ നോക്കി. ആദ്യത്തെ ഓർഡർ വേറെ ആൾ ഫിറ്റ് ചെയ്തതിനും, അപ്പോൾ അതിന് നല്ലൊരു സംഖ്യ അത് വാങ്ങിക്കും. ഇത് ഞാൻ തന്നെ ആയിട്ട് നോക്കാൻ വിചാരിച്ചാൽ എന്താവും നോക്കാം. നമ്മളെ പോലല്ലേ, കേടെന്നാലും നമ്മൾ തന്നെ കാണാം, നന്നായാലും നമുക്ക് തന്നെ. ആരോട് പരാതി പറയാനില്ല, ആർക്കും പരാതി പറയില്ല. ഇത് വിജയിച്ചാൽ അടുത്തത് നമുക്ക് നോക്കാം. അടുത്ത് കേടാണ്ടിക്കണ്ടെങ്കിൽ അടുത്ത് ഇനി അഥവാ ഇങ്ങനെ എപ്പോഴെങ്കിലും വന്നിക്കണമെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാമല്ലോ. അപ്പോൾ അവിടെ നോക്കി ഇനി പൈപ്പ് ലൈൻ വെച്ചെങ്കിൽ ടൈറ്റാക്കണം, നല്ലോണം ടൈറ്റാകണം. ടൈറ്റായാൽ ലീക്കാവും. ലീക്കാണ് പ്രശ്നം. ലീക്കായാലും വിഷയമാണ്. കുറേ സാധനങ്ങളൊക്കെ നമ്മളെടുത്തുള്ളതും കൂടെ പിന്നെ ഫിറ്റ് ചെയ്യാനൊക്കെ സുഖമാണ്. സാധനങ്ങൾ ഏകദേശമൊക്കെ നമ്മൾ ടൂൾസുകളൊക്കെ ഉണ്ട്. ടൂൾസുകളൊക്കെ ഇങ്ങനെ ഓരോന്ന് വാങ്ങിയാൽ കുറേ ടൂൾസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കൊണ്ട് ടൂൾസിനൊന്നും വരാറില്ല. ഇപ്പോൾ രണ്ടാമത്തെ ബെൻഡ് കൊടുക്കണം. ബെൻഡും കൂടി മോട്ടറിനെ കണ്ട് ഫിറ്റ് ചെയ്യണം. അതിന് കറുത്ത പശ ഉള്ള ടേപ്പ് നല്ല ചുറ്റി 2 പ്രാവശ്യം ചുറ്റി 2 പ്രാവശ്യം പശ തേച്ച് കറക്റ്റായിട്ട് നല്ല
നല്ല ടൈറ്റ് ചെയ്ത് വലിയ വരുന്ന പൈപ്പിൽ പിന്നെ ഭാഗത്ത് പിന്നെ ലീക്ക് വരാൻ പാടില്ല. അവിടെ ലീക്ക് വന്നാൽ വെള്ളം കയറില്ല. തള്ളുന്ന ഹെഡ് ഭാഗത്ത് പ്രശ്നമില്ല. അവിടെ ഇനി ചെറിയ ലീക്ക് വന്നാലും വെള്ളം തള്ളിപ്പോയിക്കോളും. ഇതിപ്പോൾ ഏകദേശമൊക്കെ ഇപ്പോൾ ഇതിൽ ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റിയത് തന്നെയാണ്. ചെറിയൊരു ഐഡിയ വേണം, ചെറിയൊരു പൈപ്പ് ലൈനിൽ പിന്നെ എന്തെങ്കിലും സ്ക്രൂ ഡ്രൈവർ, സ്പാനറെല്ലാം ചെറിയ സ്പാനറൊക്കെ വേണം. അത്രേ ഉള്ളൂ. അതൊക്കെ ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാം, ധൈര്യവും വേണം. ചെറിയൊരു ഐഡിയ വേണം കേട്ടോ, അല്ലെങ്കിൽ നടക്കില്ല. ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഫിറ്റ് ചെയ്യാം. കുറച്ച് സമയമൊക്കെ പിടിക്കും. മറ്റൊരു അതിൻ്റെ ഏകദേശം ഇനിയിപ്പോൾ അതിൻ്റെ ഓസമ്മലൊക്കെ അങ്ങോട്ട് ചൂടാക്കിയിട്ട് കയറ്റണം. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് വന്നൊരു സംഗതി അതാണ്. ചൂടാക്കി കഴിഞ്ഞാൽ കയറ്റാൻ കൈയൊക്കെ പൊളിക്കണം. അതാണ് എനിക്ക് സാധാരണ നമ്മൾ പണിയെടുക്കുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടാണ്. ആ ഓസ് അത് കയറ്റാൻ, ചൂടാക്കി കയറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവിടെയാണ് ഒരു പ്രശ്നം വരുന്നത്. ചിലപ്പോൾ ഓസ് അധികം ചൂടായി പോകും. അങ്ങനെയൊക്കെയാണ് എനിക്ക് പ്രശ്നം വരുന്നത്. ഇതിന് മുമ്പ് ഞാൻ ഫിറ്റ് ചെയ്തപ്പോൾ ഓസ് അധികം ചൂടായി, പിന്നെ രണ്ടാമത് കട്ട് ചെയ്ത് ഞാൻ പിന്നെയും ഇതാക്കേണ്ടി വന്നു. ഓസ് അധികം ചൂടായിട്ട്, നല്ല ചൂടാണ്. ആ ചൂടായിട്ട് കയ്യൊക്കെ കണ്ട് പൊള്ളും. അങ്ങനെയാണ് എനിക്ക് ഒരു പ്രാവശ്യം കൈ പൊള്ളി. ഇപ്പോഴും ചെറുങ്ങനൊക്കെ കൈ പൊള്ളി. അത് നോക്കിയിട്ട് കാര്യമില്ല. ഏതായാലും അത് കയറിക്ക്. ഇനിയിപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് ടൈറ്റ് ചെയ്താൽ മതി. വേറെ രണ്ട് റിങ്ങിട്ട് ക്ലിപ്പിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് ഇതിന് മുകളിലത്തെ ബെൻഡ് കൊടുക്കണം. ബെൻഡിനൊരു സോക്കറ്റൊക്കെ വെച്ചിട്ട് സോക്കറ്റൊക്കെ ജോയിൻ്റ് ആക്കണം. അതൊക്കെ പിന്നൊരു പ്രശ്നമില്ലാത്ത പണിയാണ്. അതൊക്കെ വേഗം നടക്കും. അതൊക്കെ ഞാൻ PVCൻ്റെ പണിയൊക്കെ ഏകദേശമൊക്കെ ഞാൻ ഇങ്ങനെ എടുക്കുന്നതാണ്. അതിനെക്കൊണ്ട് അത് പ്രശ്നമുള്ള വരുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇതിന് ബുദ്ധിമുട്ട് തോന്നിയത് ഓസ് ചൂടാക്കി കയറ്റുന്ന പണിയാണ്. അത് കറക്റ്റായിട്ടില്ലെങ്കിൽ അതായിട്ട് മടങ്ങി പോകും, ചുരുങ്ങി അല്ലാതെ പിടുത്തം പെടും. ഏതായാലും അതും കണക്റ്റായി ഏകദേശമൊക്കെ റെഡി. ഇനി അതിൻ്റെ കണക്ഷൻ കൊടുത്താൽ സംഗതി ഓക്കെ. ലാസ്റ്റ് പണി കണക്ഷൻ കൊടുക്കുക, അത്രേ പണിയുള്ളൂ. സംഗതി വിചാരിച്ച പണമൊന്നും പണിയില്ല. എന്നാലും കുറച്ച് സമയമൊക്കെ അതിന് നമ്മൾ മറ്റേ അതിൻ്റെ ഒറിജിനൽ പണിക്കാരെ പ്ലംബിങ്ങുകാരെ ഓല് ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ ചെയ്താലാവില്ല. സ്പീഡിൽ പണി നടക്കും. നമ്മൾ പിന്നെ ലേശം ആലോചിച്ചൊക്കെ ചെയ്യണം. ഇപ്പോൾ മുകളിലെ വാൽവ് കൊടുത്താൽ സുഖം ചെയ്യുമ്പോൾ വെള്ളമൊഴിക്കാനും ഒക്കെ വാൽവ് വേണം. അങ്ങനെ ലാസ്റ്റ് കണക്ഷൻ കൊടുക്കണം. കറണ്ട് കണക്ഷൻ കൂടി ഇവിടെ കൊടുത്താൽ സംഗതി ഓക്കെ. പിന്നെ ഓണാക്കിയാൽ മതി. അവസാനത്തെ പണിപ്പോരല്ലോ.
ഏതായാലും അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും കാത്തിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മോട്ടർ ഫിറ്റ് ചെയ്യുന്നതിനെ പറ്റി ആർക്കെങ്കിലും അറിയാമെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യാം. നമ്മളെ ഫിറ്റിങ് എങ്ങനെ ഉണ്ട് അഭിപ്രായങ്ങൾ പറയാം. നമ്മളെ ഫിറ്റിങ് എവിടെയെങ്കിലും ഫോളോ ആയിക്കോ, നമുക്ക് അറിയാത്തതല്ലേ, അത് ചെറുതായിട്ടൊക്കെ അറിയൂ. അപ്പോൾ എന്തെങ്കിലും ഫോളോ ഉണ്ടോയെന്നൊക്കെ ആരെങ്കിലും അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഏതായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഫിറ്റിംഗ് എല്ലാം അടിപൊളിയായി, സൂപ്പറാണ്.